പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നരൻ പുലാപ്പറ്റ. ഇപ്പോൾ ഈ വൈകുന്നേരത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല. ചില ആളുകൾ പറയും, ചില ആളുകളെന്നല്ല, ഇപ്പോൾ മിക്ക ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് നേരമില്ല, സമയമില്ല, തിരക്കാണ്, ഭയങ്കര തിരക്കടാ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്ത കേട്ടോ, അതുകൊണ്ടാണ് കാണാത്ത കേട്ടോ എന്ന് പറയുന്നവരുണ്ട്. സത്യത്തിൽ എന്താണ് ഈ തിരക്ക്? വെറുതെ ഇരിക്കുകയാണെങ്കിലും, ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുകയാണെങ്കിലും മറ്റൊരാൾ വിളിക്കുമ്പോഴോ പറയുമ്പോഴോ നമ്മൾ എത്രയും പെട്ടെന്ന് അവരത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു മുടന്തൻ ന്യായം മാത്രമാണ് തിരക്ക് അല്ലെങ്കിൽ സമയമില്ലായ്മ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ അവരോട് സംസാരിച്ച് അതിനുശേഷം ശരി കേട്ടോ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ആ ബന്ധം നിലനിന്ന് പോകും. പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് തന്നെ നമ്മുടെ ഈ സമയമില്ലായ്മയാണ്. ഒരു കാര്യമില്ലാതെ സമയമില്ല പറയും, ഒരു കാര്യമില്ലാതെ തിരക്കാണെന്ന് പറയും. സത്യത്തിൽ തിരക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരെയും കാര്യം. നമ്മുടെ തിരക്കൊഴിഞ്ഞിട്ട് നമ്മൾ ഈ ബന്ധങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കാനോ സൗഹൃദങ്ങളെ, സ്നേഹബന്ധങ്ങളെ നിലനിർത്താനോ നമുക്ക് കഴിയില്ല. അതാണ് സത്യം. എത്ര തിരക്കാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കുക, പറയുക, അന്വേഷിക്കുക, കാണാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവർക്കും ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും. അതിനൊരു സംശയമില്ല. മനുഷ്യൻ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഓടുകയാണ്, എന്താണെന്ന് പോലും നിശ്ചയമില്ലാത്ത ഓട്ടം. അതല്ലേ സത്യം? പലരും അങ്ങനെയാണ്. ആ ഓട്ടം നിർത്തിയിട്ട് കുറച്ചു നേരം നിൽക്ക്, എന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ഒന്ന് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ നോക്കി. അപ്പോൾ നമ്മളൊരു റോട്ടിൽ വീണ് കിടക്കുകയാണെങ്കിലും എടുത്ത് പൊക്കിക്കൊണ്ടുപോകാൻ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ല. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഇന്ന് ഈ ഭൂമിയിലില്ല. ഇന്നീ കാണുന്ന പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യങ്ങളും ദൈവം തന്ന അല്ലാത്ത, ദൈവം സൃഷ്ടിച്ച അല്ലാത്ത പല കാര്യങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. പല ലോകാത്ഭുതങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. സിനിമ, അതുപോലെ തന്നെ പല ആഘോഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ സൃഷ്ടിച്ചതാണ്. അതുപോലെ കണ്ണിന് കുളിർമയേകുന്ന പല കാര്യങ്ങളും നമ്മൾ സൃഷ്ടിച്ചതാണ്. പല സ്മാരകങ്ങളും നമ്മൾ സൃഷ്ടിച്ചാണ്. ഇങ്ങനെയുള്ള മനുഷ്യന് എന്തുകൊണ്ട് ഇത്തിരി നേരം ലാഭിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇത്തിരി നേരം കണ്ടെത്താൻ കഴിയുന്നില്ല? അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധങ്ങളെ, സൗഹൃദങ്ങളെ നിലനിർത്താൻ കഴിയുന്നില്ല? അതാണ് ആലോചിക്കേണ്ടത്. എല്ലാവർക്കും കഴിയും. വെറുതെ പറയുകയാണ് തിരക്കാണ്, നേരമില്ല എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പലരെയും ഒഴിവാക്കാൻ പറയുന്ന ഒരു ന്യായം കൂടിയാണ് നേരമില്ലായ്മയും തിരക്കും. അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പരസ്പരം സ്നേഹവും സന്തോഷവും ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോകുമ്പോൾ തന്നെയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീണ് കിടന്നാൽ, എവിടെയെങ്കിലുമൊക്കെ തകർന്നടിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് പറ്റിയ ആരൊക്കെയാവും നമ്മളെ വന്ന് രക്ഷിക്കുക എന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഇവിടെ പല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മളത് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ പോലും അറിയാത്ത, നമ്മളെ പരിചയമില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത, നമ്മുടെ ആരുമല്ലാത്ത എത്രയോ പേർ നമ്മളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. മറക്കാതിരിക്കുക. നേരം, സമയം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ വെറുതെ ഓടുകയാണ്, ഓടിയിട്ട് ഒരു കാര്യമില്ല. എത്ര ഓടിയാലും നമ്മളൊരു ദിവസം നിൽക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം വീഴണം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരേ കിടപ്പിലാവണം. ചിലപ്പോൾ അത് മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാവും. അന്ന് നമ്മൾ അവോയ്ഡ് ചെയ്ത പല ആളുകളും നമ്മുടെ അടുത്തെത്തും, സുഖവിവരം അന്വേഷിച്ചുകൊണ്ട്. രോഗിയായി കിടക്കുന്ന നമ്മളെ കാണാൻ പഴവർഗ്ഗങ്ങളൊക്കെ ആയി, അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലെത്തും. അന്ന് അവർ നമ്മുടെ ആ ഒരു കിടപ്പ് കണ്ട് ചിലപ്പോൾ ഉള്ളിൽ ഇത്തിരി എങ്കിലും ചിന്തിക്കുന്നൊരു കാര്യം ഉണ്ടാവും. എത്ര ഓടിയതവൻ, സമയമല്ല, നേരല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ കിടക്കണ കിടപ്പ് കണ്ടില്ലേ എന്ന് ചിന്തിക്കും. അങ്ങനൊരു അതിലൂടെ ഒരു അനുഭവിക്കണം, അവനത് അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പോലും ചിന്തിക്കും അവർ. അത്തരം മാനസിക വിഷമങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കാതിരിക്കുക. നമുക്കെല്ലാവരും വേണം, എല്ലാവരുടെ സ്നേഹവും വേണം, എല്ലാവരുടെ സഹായവും വേണം. സഹായങ്ങളില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ദൈവത്തെ വിചാരിച്ച് ബന്ധങ്ങളെ നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ശുഭസന്ധ്യ നേരുന്നു. താങ്ക് യു.